എല്ലാ പ്രേക്ഷകർക്കും ബിഫോർ ബെറ്റർ ലൈഫ് എന്ന ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആ വ്യക്തി നിങ്ങളെ എന്ന് മുതൽ സ്നേഹിച്ചു തുടങ്ങും എന്നതിനെക്കുറിച്ചാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ എടുക്കുക, പക്ഷേ ഇത് കാലാതീതമാണ്. എപ്പോൾ കണ്ടാലും നിങ്ങൾക്കിത് ബാധകമായിരിക്കും. ഒന്നാമത്തെ കാർഡ് എന്താണ് പറയുന്നതെന്ന് നോക്കാം. ഈ കാർഡ് ഒന്നിച്ച് വരുന്ന ഒരു കാര്യമാണ് പറയുന്നത്. ഉറപ്പുള്ള ബന്ധങ്ങളുടെ പ്രതീകമാണ് ഒന്നാമത്തെ കാർഡ്. അതായത് ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടാൻ തുടങ്ങുമ്പോൾ ഈ കാർഡ് സമാന താല്പര്യങ്ങളുള്ള ബന്ധങ്ങൾ രൂപപ്പെടുന്നതിനെ സൂചിപ്പിക്കുന്നു. ഇത് പരസ്പരം സ്നേഹവും ബലവും നൽകുന്ന ബന്ധത്തിൻ്റെ അടിസ്ഥാനമാകുന്നു. അതായത് ആ വ്യക്തിയുടെ ഹൃദയത്തിൽ നിങ്ങളെ സ്നേഹിക്കാൻ, നിങ്ങളോട് സ്നേഹം കാണിക്കാനുള്ളൊരു മനസ്സ് തീർച്ചയായിട്ടും ഉണ്ട്. ആ വ്യക്തി നിങ്ങളെ മനസ്സിലാക്കുന്നുണ്ട്, നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട്. നിങ്ങളെ സ്നേഹിക്കാനുള്ള ഒരടിത്തറയുള്ള മനസ്സ് ആ വ്യക്തിയുടെ ഹൃദയത്തിൽ സംജാതമാകുകയാണ്. എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളെയും എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിച്ചുകൊണ്ട് നിങ്ങളെ സ്നേഹിക്കാനുള്ള ഒരു തലത്തിലേക്ക് ആ വ്യക്തി എത്തുന്നു. ഒരിക്കൽ പോലും ആ വ്യക്തിക്ക് നിങ്ങളെ വെറുക്കാൻ കഴിയില്ല. നിങ്ങളുമായിട്ട് കൂടുതൽ അടുക്കാൻ മാത്രമേ കഴിയുള്ളൂ. അത് ഇതുവരെ സാധിച്ചില്ല എന്നുള്ളത് സത്യമാണ്. കാരണം ഇതുവരെ ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെട്ടിരുന്നില്ല, ഇതുവരെ ആ വ്യക്തി നിങ്ങളെ സ്നേഹിച്ചിരുന്നില്ല. പക്ഷേ ഇനി അതുപോലെ ആകില്ല. ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുകയും നിങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. നിങ്ങളെ ഇഷ്ടപ്പെടാതിരിക്കാൻ ആ വ്യക്തിക്ക് കഴിയില്ല. ആ വ്യക്തി നിങ്ങളെ സ്നേഹിച്ച് തുടങ്ങുകയാണ്. അതായത് രണ്ടാമത്തെ കാർഡിൻ്റെ റീഡിങ്ങിലേക്ക് നമുക്ക് പോകാം. എന്താണ് രണ്ടാമത്തെ കാർഡ് നിങ്ങളോട് പറയുന്നത് നമുക്ക് നോക്കാം. പ്രധാന അർക്കാനയിലെ ഒരു കാർഡാണ് ഇത്, ലവേഴ്സ് എന്ന കാർഡ്. ഇത് തെരഞ്ഞെടുപ്പിൻ്റെയും ആത്മീയ ശരീരബന്ധത്തിൻ്റെയും ഒക്കെ പ്രതീകമാണ്. ഇത് ബന്ധത്തിൽ താരതമ്യേന ഭദ്രതയുള്ള സമാനതകൾ ഉണ്ടായിരിക്കുന്നതായിട്ടാണ് കണക്കാക്കുന്നത്. അതോടൊപ്പം നിങ്ങളിലേക്ക് ആ വ്യക്തി എത്തിച്ചേരുന്ന ഒരു അവസ്ഥ കാണാം. പരസ്പരം പ്രണയിക്കുന്ന, പരസ്പരം അടുത്തറിയുന്ന രണ്ട് വ്യക്തികളെയാണ് ഇവിടെ കാണുന്നത്. നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും അടുത്തറിഞ്ഞ് മുന്നോട്ട് പോകുന്നവരായിട്ട് മാറിയിരിക്കുന്നു. നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും എല്ലാ പ്രതിസന്ധികളും എല്ലാ പ്രശ്നങ്ങളും തരണം ചെയ്തുകൊണ്ട് ഒരുമിച്ച് മുന്നോട്ട് പോകാൻ സജ്ജമായിരിക്കുന്നു. ഒരുമിട്ട് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കുന്നു. നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തിൻ്റെ അടിത്തറ വിപുലമാകുന്നു. ആ വ്യക്തിക്ക് നിങ്ങളെ ഇഷ്ടപ്പെടാതിരിക്കാൻ കഴിയില്ല, ആ വ്യക്തിക്ക് നിങ്ങളെ സ്നേഹിക്കാതിരിക്കാൻ കഴിയില്ല. എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും എല്ലാ പ്രശ്നങ്ങളിലും ഒക്കെ അതിജീവിച്ചുകൊണ്ട് നിങ്ങളെ ഇഷ്ടപ്പെടുന്ന തലത്തിലേക്ക് ആ വ്യക്തി എത്തുന്നു. ഒരു പ്രതിസന്ധിയും ആ വ്യക്തിയെ നിങ്ങളെ ഇഷ്ടപ്പെടാതിരിക്കാൻ ഉള്ളതാകില്ല. എല്ലാ പ്രതികൂല സാഹചര്യവും തരണം ചെയ്തുകൊണ്ട് നിങ്ങളെ ഇഷ്ടപ്പെടുന്ന നിലയിലേക്ക് ആ വ്യക്തി എത്തുന്നു. ആ വ്യക്തിയുടെ മനസ്സിൽ ഒരുപാട് ദുഃഖങ്ങളുണ്ടായിരുന്നു, ഒരുപാട് പ്രതിസന്ധികളുണ്ടായിരുന്നു, പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതെല്ലാം അതിജീവിച്ചുകൊണ്ട് ആ വ്യക്തി മുന്നോട്ട് പോവുകയാണ്. ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുകയാണ്, സ്നേഹിക്കുകയാണ്. നിങ്ങളെ സ്നേഹിക്കുകയല്ലാതെ ആ വ്യക്തിയുടെ മനസ്സിൽ മറ്റ് അജണ്ടകളില്ല. നിങ്ങളെ ഇഷ്ടപ്പെടാൻ മാത്രം ആ വ്യക്തി തയ്യാറെടുക്കുന്നു. അടുത്തതായിട്ട് മൂന്നാമത്തെ ദി സ്റ്റാർ എന്ന കാർഡിലേക്ക് നമുക്ക് പോകാം. പുതിയ തുടക്കം, അവസരങ്ങൾ, വിനോദം മുതലായവ പ്രതിനിധീകരിക്കുന്നു. അയാളുടെ സ്വഭാവത്തിൽ, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ സ്വഭാവത്തിൽ നിങ്ങളിലേക്ക് ഒപ്പമുള്ള ഒരു ഇഷ്ടമെത്തുന്നു. നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ, നിങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ തന്നെ ആ വ്യക്തിയുടെ മനസ്സിൽ ചിരി പടരുന്നു, സന്തോഷം പടരുന്നു. എല്ലാ പ്രതികൂല സാഹചര്യങ്ങളും തരണം ചെയ്തുകൊണ്ട്, എല്ലാ പ്രശ്നങ്ങളും തരണം ചെയ്തുകൊണ്ട് നിങ്ങൾക്കൊപ്പം ജീവിക്കാനുള്ളൊരു മനസ്സ് ആ വ്യക്തി സ്വായത്തമാക്കുന്നു. ഒരിക്കലും നിങ്ങളില്ലാതെ ഇനി മുന്നോട്ട് പോകാൻ ആ വ്യക്തിക്ക് കഴിയില്ല എന്ന തലത്തിലേക്ക് കാര്യങ്ങളെത്തുന്നു. നിങ്ങളെ അത്രത്തോളം ആ വ്യക്തി ഇഷ്ടപ്പെടുന്നതിൻ്റെ പ്രതീകമാണ്. നിങ്ങളെ അത്രത്തോളം ആ വ്യക്തി ഉൾക്കൊള്ളുന്നതിൻ്റെ പ്രതീകമാണ്. ഒരിക്കലും ഇനി നിങ്ങളെ
നിങ്ങളില്ലാതെ, നിങ്ങളെ കൂട്ടാതെ മുന്നോട്ട് പോകാനുള്ള ഒരു സാധ്യതയും ആ വ്യക്തിയുടെ മനസ്സിൽ കാണുന്നില്ല. എപ്പോഴും നിങ്ങൾ ഉണ്ടാകണം, നിങ്ങളുമായി ചേർന്ന്, നിങ്ങളുമായി അടുത്ത് മുന്നോട്ട് പോകാൻ തന്നെയാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് ആ വ്യക്തി നിങ്ങൾക്കൊപ്പം ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒരുപാട് തടസ്സങ്ങൾ ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളെ സ്വീകരിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട്. പക്ഷെ അതിനെല്ലാം അതിജയിച്ചുകൊണ്ട് ആ വ്യക്തി മുന്നോട്ട് വരികയാണ്. എനിക്കെൻ്റെ വ്യക്തി മതി, എനിക്കെൻ്റെ വ്യക്തിയോടൊപ്പം ഉള്ള ജീവിതം മാത്രം മതി എന്ന മുദ്രാവാക്യവുമായി, എന്ന ശബ്ദവുമായിട്ടാണ് ആ വ്യക്തി വരുന്നത്. ഒരിക്കലും ആ വ്യക്തി തൻ്റെ ജീവിതത്തിൽ പ്രതിസന്ധികൾ ഇപ്പോൾ കാര്യമാക്കുന്നില്ല. നിങ്ങളെ ഇഷ്ടപ്പെടുക എന്നുള്ളത് മാത്രമാണ് ആ വ്യക്തിയുടെ മനസ്സിൽ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.